ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും പുതിയ പാലം എന്ന പ്രഖ്യാപനവുമായാണ് സ്ഥാനാർത്ഥികൾ ബദിയടുക്ക വിദ്യാഗിരി പ്രദേശത്തെ നാട്ടുകാരെ സമീപിക്കാറുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പ്രഖ്യാപനങ്ങൾ കൈയൊഴിയുകയാണ് പാർട്ടികളുടെ പതിവെന്നാണ് നാട്ടുകാരുടെ സാക്ഷ്യം. ഒന്ന് കണ്ണുതെറ്റിയാൽ വൻ അപകടം പതിയിരിക്കുന്ന പാലം പുതുക്കി പണിയുന്നതിന് ഇതുവരെയായും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലമാണ്. നാട്ടിൽ ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഈ പാലത്തിന് ഒരു അറ്റകുറ്റപ്രവൃത്തിയും നടത്തിയില്ല. പാലം ജീർണിച്ച് അപകടാവസ്ഥയിലായിട്ട് പുതുക്കി പണിയുന്നതിന് ഒരു നടപടിയും ഉണ്ടായില്ല. പാലം അപകടാവസ്ഥയിലാണെന്ന ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ബന്ധപ്പെട്ടവർ ചെയ്തത്. ബദിയടുക്കയിൽ നിന്നും പെരുള, വിദ്യാഗിരി, ഏത്തൊടുക്ക, ബെളിഞ്ച, മാർപ്പനൊടുക്ക ഭാഗത്തേക്കുള്ള സംസ്ഥാന പാതയിലാണ് ഈ പാലം. വേറെ വഴിയില്ലാത്തതിനാൽ നാട്ടുകാർ ജീവൻ പണയം വെച്ച് ഇന്നും ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനമാണ് ഇതുവഴി പോകുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് ദിവസവും 100-ലേറെ ട്രിപ്പുകളുണ്ട് ഇതുവഴി. ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയാം. ഈ നാട്ടുകാരുടെ വോട്ട് വാങ്ങിയിട്ട് നാടിനോട് ക്രൂരത ചെയ്യുന്ന ഒരാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ആരാകട്ടെ, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളാണ്. അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നന്ദി എന്നൊരു വാക്ക് ഉണ്ട് എന്നല്ലാതെ ആ നന്ദി പ്രാവർത്തികമായി കാണിക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല എന്നാണ് ഈ റോട്ടിന്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. 2015 ജനുവരിയിൽ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കുന്നതിന് 150 കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഒന്നുപോലും നടപ്പിലാവാറില്ല. ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷഫീഖ് നസ്രുള്ള, മീഡിയ 1.